നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഡൽഹിയിൽ നടന്ന പോലീസ് അതിക്രമത്തെ പ്രതിഷേധിച്ച് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. റെയിൽവേ സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് വേട്ടയാടിയതിനെ തുടർന്നായിരുന്നു സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാവിലെ 11 മണിയോടെ ഷൊർണൂർ നഗരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. പരിപാടി DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെ വേട്ടയാടുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നതെന്നും ഇതിനെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കുമെന്നും ശ്രീകൃഷ്ണൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. ഇത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനങ്ങൾക്കുമെതിരെയുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു മാർച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ ഡൽഹിയിലെ തെരുവിലൂടെ വലിച്ചഴച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കാട്ടിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തികൾ ഈ രാജ്യത്ത് വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്നതിന് അതിനെതിരെ ഈ രാജ്യത്ത് മുഴുവൻ ഇന്ന് പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ വ്യക്തിക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഭരണാധികാരികൾ തയ്യാറാവേണ്ടതാണ്. ചോദ്യപേപ്പർ ചോരുന്നു എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം, അവർ എത്ര കഷ്ടപ്പെട്ടാണ് പരീക്ഷകൾ എഴുതിയത് എന്ന് നമുക്കറിയാം. മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, BKP വിജയനുണ്ണി, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, കൌൺസിലർമാരായ CV ആഷിഖ്, EA ഗീതാകുമാരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK ആഷിഖ്, വിൻസെന്റ്, PR പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.